നമസ്കാരം. ഡീൽ വിവാദത്തിൽ കറങ്ങിത്തിരിയുകയാണ് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള ഡീൽ ചർച്ചകൾക്കപ്പുറത്തേക്ക് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യേണ്ടേ? സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കേരളം വിധിയെഴുതാനിനി 13 ദിവസം മാത്രം. വാക്പോര് തുടർന്ന് നേതാക്കൾ. വി.ഡി. സതീശൻ നടത്തിയ RSS ബാന്ധവ ആരോപണം ശുദ്ധ അസംബന്ധമെന്ന് മുഖ്യമന്ത്രി. വോട്ടിനായി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ലെന്നും പിണറായി. ഇരട്ടച്ചങ്കനല്ല, ഇരട്ടത്താപ്പനാണ് പിണറായി എന്ന് മോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്നും വി.ഡി. സതീശൻ. വികസനം പറയാനില്ലാത്തവരുടെ നുണയാണ് ഡീൽ ആരോപണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. തലമുറ മാറ്റമില്ലാതെ ഒരു സംഘടനയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അമൃത വാർത്തകളോട്. ലീഗിലെ മുതിർന്ന നേതാക്കൾക്ക് ചെറുപ്പത്തിൽ അവസരം ലഭിച്ചവരെന്നും തങ്ങൾ. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തുന്ന EMSന്റെ നയമാണ് പിണറായിക്കെന്ന് PMA സലാം. സോപാന സംഗീത കലാകാരൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ. സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതി എന്ന ആരോപണം. അഴിമതി സഹകരണ സംഘങ്ങൾക്കായി പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയിലെന്ന് ചെന്നിത്തല. കരുത്തുകൂട്ടാൻ ഇന്ത്യൻ സേന. 2,38,000 കോടിയുടെ വമ്പൻ പ്രതിരോധ കരാറിന് കേന്ദ്രാനുമതി. കരവ്യോമസേനകൾക്ക് പുതിയ ആയുധങ്ങൾ വാങ്ങും. S-400 മിസൈലുകൾ വാങ്ങാനും കരാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ പ്രതിസന്ധികളെ ടീം ഇന്ത്യക്കായി പ്രതിരോധിക്കണമെന്ന് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി. ഇന്ധന വില വർധനവ് തടയാൻ കേന്ദ്രം. പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി 10 രൂപ കുറച്ചു. ഡീസലിന്റെ എക്സൈസ് തീരുവ ഒഴിവാക്കി. ലോക്ക്ഡൌൺ ഇല്ലെന്നും പ്രചാരണം തെറ്റെന്നും കേന്ദ്രം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. രാജ്യത്തെ വാണിജ്യ വിമാനങ്ങളിൽ പാർലമെന്ററി സമിതി നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. പകുതിയോളം വിമാനങ്ങളിൽ ഗുരുതര സാങ്കേതിക തകരാറെന്ന് കണ്ടെത്തൽ. 754-ൽ 377 വിമാനങ്ങൾക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ. കൂടുതൽ തകരാർ കണ്ടെത്തിയത് ഇൻഡിഗോയിൽ. വ്യക്തി അവകാശങ്ങൾ ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ ലിങ്കുകൾ നീക്കണമെന്ന മോഹൻലാലിന്റെ ആവശ്യം അംഗീകരിച്ചു ഡൽഹി ഹൈക്കോടതി. ലിങ്കുകൾ നീക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം. IPL 19ാം സീസണ് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ. ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ. വിവാഹിതനായ പുരുഷൻ പ്രായപൂർത്തിയായ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുന്നത് കുറ്റകരമല്ലെന്ന് അലഹാബാദ് ഹൈക്കോടതി. വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക ധാർമ്മികതയും രണ്ടെന്നും കോടതി. സ്റ്റോറി ഓഫ് ദി ഡേ. ഗോളിയോറിൽ ബ്ലൂബെറി വിപ്ലവം. ഡീൽ ആരോപണത്തിൽ കൊമ്പ് കോർക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. RSS ബാന്ധവ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും രംഗത്ത് വന്നു. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും വി.ഡി. സതീശനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം തെളിയിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. 1977-ലെ കണ്ണൂരിലെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു നോക്കണമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരായിരുന്നു അവിടെ RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്? അക്കാലത്താണല്ലോ ഇവരുടെ മുൻ പ്രസിഡന്റ് പിന്നീട് വെളിപ്പെടുത്തിയത് താനാണ് RSS ശാഖയ്ക്ക് സംരക്ഷണം നൽകിയതെന്നും അതിന് ആളുകളെ അയച്ചതെന്നും. അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹമൊക്കെ കൂടി പ്രസിഡന്റാക്കിയ ആളായിരുന്നല്ലോ. അതായിരുന്നു കണ്ണൂരിന്റെ അവസ്ഥയെന്ന് K. സുധാകരനെ പരോക്ഷമായി പരാമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി ആരായിരുന്നു? സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരായിരുന്നു. RSSന്റെ ജില്ലാ കാര്യമാണ്. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തവര് ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചവര്. ഞങ്ങൾക്ക് ആ പണിയില്ല. ചിലർ വോട്ടിനും
4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ബി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശം നാടിനെ മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനവും സാമൂഹ്യനീതിയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ. 4 വോട്ടിന് വേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഭൂരിപക്ഷ പ്രീണനമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും നരേന്ദ്രമോദിയുടെ അനിയനാണ് കേരളം ഭരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. നരേന്ദ്രമോദിയുടെ അനിയനല്ലേ കേരളം ഭരിക്കുന്നത്? അത് തന്നെ സ്വഭാവം. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണ്. ആ ശ്രേണിയിലെ അവസാനത്തെ ആളാണ് കേരള മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ പോലും അസഹിഷ്ണുതയും ഭയവുമാണ് പ്രധാനം. ഭയമാണ് ഇവിടെ ഭരിക്കുന്നത്. പണ്ട് ബർത്തോൾ ബ്രെത്ത് ചോദിച്ചിട്ടുണ്ട്, വലിയ കവിയാണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നാടുകടത്തി. അപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻകാരനെ കണ്ടപ്പോൾ ചോദിച്ചു, ബ്രെത്ത് എന്ന് പറയുന്ന വലിയ കവി, അത് കവിതയാണത്. ഡീൽ ആരോപണം തള്ളുകയാണ് ബി ജെ പി. വികസനം പറയാനില്ലാത്തതുകൊണ്ടാണ് ഡീൽ എന്ന നുണ പറയുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് ആണ് നാണമില്ലാത്ത പാർട്ടി എന്നാണ് വിചാരിച്ചത്. CPM-ഉം ശിവൻകുട്ടിയും അതിന് വെല്ലുവിളിയാകുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. നേമം മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയുമായി തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളെ വഞ്ചിക്കുന്നത് കോൺഗ്രസും CPM-ആണ്. ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് എന്താണ് ഈ ഡീലിന്റെ ഒരു നറേറ്റീവ്? എന്തുകൊണ്ട്? എന്താണ് കാരണം? നിങ്ങളെല്ലാം ചോദിക്കണ്ടേ? ചോദിക്കൂ. അതിൻ്റെ ഉത്തരം, അതിൻ്റെ മറുപടിയാണ് ഇവർക്ക് വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല, കഴിവില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഡീൽ ആരോപണത്തിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകി. നുണ പറയലാണ് വി ഡി സതീശന്റെ പണി, അത് ഉറങ്ങും വരെ തുടരും. 1977 ജനസംഘവും RSS-ഉം ഒന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥക്കെതിരെയായിരുന്നു പോരാട്ടമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേമത്ത് BJP അക്കൗണ്ട് പൂട്ടിച്ചത് LDF ആണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. നുണ പറയാം. രാവിലെ എഴുന്നേറ്റൊരു നുണ, പിന്നെ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 9 നുണ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ജാഥയിൽ മുഴുവൻ നുണയല്ലേ പറഞ്ഞു, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നുണയല്ലേ. RSS ഒന്നും മത്സരിക്കുന്നില്ല, അന്ന് അവരുടെ സംഘടനയായിരുന്ന ജനസംഘം മത്സരിക്കുന്നില്ല. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി ഉള്ളത്. ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരായിട്ട്, കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായിട്ട് എടുത്ത സമീപനമാണ്. RSS-ഉമായിട്ട് BJP-യുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പാർട്ടി കോൺഗ്രസ്സാണ്. ഗുരുവായൂർ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ വർഗീയ പരാമർശത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയുള്ള ഇത്തരം പരാമർശങ്ങളിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നും ആരോപിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണെന്ന ചോദ്യവും ഹൈക്കോടതി ഉയർത്തി. പ്രാഥമിക നടപടി ആരംഭിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. 2 മാസത്തിനകം നടപടി പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശം നൽകി. പരാമർശത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ കോടതിയിൽ ഉറപ്പ് നൽകി. ബി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശം നാടിനെ മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാനും ജയിക്കാനും പറ്റൂ എന്ന് കരുതുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടിനെയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെ അവരെ മതവിദ്വേഷത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. എത്ര തെറ്റായ നിലപാടാണ്! എങ്ങനെയാണ് അത്തരം ഒരു പ്രസ്താവന നടത്താൻ കഴിയുന്നത്? BJP-ക്കാകാം, കാരണം RSS-ന്റെ നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മുടെ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ മത്സരിക്കാനും ജയിക്കാനും പറ്റൂ. തിരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിയിലെത്തുമ്പോഴും ഡീൽ ആരോപണത്തിൽ വിടാതെ മുറുകെ പിടിക്കുകയാണ് കോൺഗ്രസും CPM-ഉം. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ഇരു മുന്നണികളും ലക്ഷ്യമിടുന്നതെന്ന ആരോപണം ഉയർത്തി പ്രതിരോധിക്കുകയാണ് BJP. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന ഡീൽ ആരോപണം ഇന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രൂക്ഷ വിമർശനത്തിലേക്ക് പോകുന്നത് തന്നെയാണ് കണ്ടത്. ഡീലിൽ ഏറ്റുമുട്ടുക തന്നെയാണ് LDF-ഉം UDF-ഉം. പ്രചാരണം അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പക്ഷേ ആ ആരോപണം തള്ളുകയാണ് BJP.
അതെ അമ്പിളി, തീർച്ചയായും. കാരണം ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പോലും മറ്റൊരു വിഷയവും സംസ്ഥാനത്ത് മുന്നണികൾ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് യു ഡി എഫ് തുടക്കമിട്ട ആ ഡീൽ ആരോപണം ഓരോ ദിവസം കഴിയുന്തോറും ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു വിഷയം, ഇത് കൃത്യമായ ഒരു പ്രൊപ്പഗണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ഈ വിഷയം ഓരോ ദിവസം കഴിയുന്തോറും മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഈ RSS ബന്ധവും RSS ചായ്വുമൊക്കെ ഉയർത്തിക്കാട്ടി ഇന്നലെ തുടങ്ങിയ പരസ്പരം പോരടിക്കുന്നത് ഇന്ന് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മറ്റു വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാളേറെ ഈ ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. മാത്രമല്ല BJP ഏറെ ശക്തി പ്രാപിച്ചു വരുന്ന BJP ഏറ്റവും നിർണായകമാകുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJP വിരുദ്ധമായ വോട്ടുകൾ എങ്ങനെ ഏകീകരിക്കാം എന്നതിനെക്കുറിച്ചാണ് കോൺഗ്രസ് നിലവിൽ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ UDF ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ CPM-ഉം BJP തമ്മിൽ ഒരു ഡീലുണ്ട് എന്ന ആരോപണം തെളിവുകൾ നിരത്തിപ്പോലും ചില ആരോപണങ്ങൾ വളരെ ശക്തിയായ തെളിവുകൾ നിരത്തിപ്പോലും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതിൻ്റെ അപകടം മണത്തെറിഞ്ഞാണ് CPM ആകട്ടെ വളരെ ശക്തമായി രംഗത്ത് വരികയും പ്രതിരോധം തീർത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത്. കാരണം CPM-നെ സംബന്ധിച്ച് പോലും ഈ ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധത, അതായത് ഈ ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള ഭരണവിരുദ്ധതയൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നത് CPM-ന് ഒരു തരത്തിൽ ഗുണം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ രീതിയിലൊരു ഡീലുണ്ടെന്ന് പറയുകയാണെങ്കിൽ എല്ലാ കാലവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ ചോർന്നു പോകുമെന്ന ഒരു ഭയവും CPM-നെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റു വിഷയങ്ങളിൽ CPM പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഈ ഡീൽ ആരോപണത്തിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഈ കൃത്യമായി CPM-ഉം BJP-യും തമ്മിൽ ഒരുപക്ഷെ ഈ തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസിനെ പ്രതിപക്ഷത്തിലെത്താനുള്ള ഒരു തന്ത്രം ഇവർ തമ്മിലുണ്ട്. അതായത് BJP-യും CPM-ഉം തമ്മിലുണ്ട്. അത് ദേശീയ തലത്തിൽ പോലും ഉടലെടുത്തൊരു ബന്ധമാണ് എന്ന രീതിയിലുള്ള തെളിവുകളും ആരോപണങ്ങളും ഒക്കെ ശക്തമായി ഈ പ്രചാരണ സമയത്ത് നിരത്താൻ തന്നെയാണ് കോൺഗ്രസും നീക്കമിടുന്നത്. അതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് ഇവരൊക്കെ തന്നെയും ലക്ഷ്യമിടുന്നത്. എന്നാൽ ഏറ്റവും അപകടത്തിലായത് BJP-ആണ് ഈ അവസരത്തിൽ. കാരണം മോദിയുടെ വികസനം ഒന്നും തന്നെ വികസിത കേരളം എന്ന അവരുടെ ആ ക്യാമ്പയിൻ ഒന്നും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡീൽ ആരോപണം കടുപ്പിക്കുകയാണ് LDF-ഉം UDF-ഉം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രഡ് ഡിസൂസ. തലമുറ മാറ്റമില്ലാതെ ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിൽ ഇപ്പോഴുള്ള പല മുതിർന്ന നേതാക്കളും ചെറുപ്പത്തിൽ അവസരം ലഭിച്ചവരെന്നും തങ്ങൾ മലപ്പുറത്ത് അമൃത വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 10 വർഷമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഈ അവസരത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രതീക്ഷിക്കുന്നത്? UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ പ്രതിപക്ഷത്താണ് UDF ഉള്ളത്. അപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിജയിക്കണം എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടെയാണല്ലോ. അപ്പോൾ ആ നിലക്ക് വരാനിരിക്കുന്ന മന്ത്രിസഭയിൽ ആ മന്ത്രിസഭ UDF-ൻ്റെതായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഡീൽ എന്നുള്ളൊരു ആരോപണം നമ്മൾ ഉന്നയിക്കുന്നു, അതേസമയത്ത് അല്ല മറിച്ചാണെന്ന് അപ്പുറത്ത് പറഞ്ഞു. ഇതെല്ലാം ഈ രാഷ്ട്രീയ വിവാദങ്ങൾ എത്രത്തോളം നമ്മുടെ വികസന കാര്യങ്ങളെ മാറ്റി നിർത്തും? ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വികസന സംബന്ധമായ ആരോപണങ്ങൾ ഉണ്ടാവുമല്ലോ. വികസന സംബന്ധമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പരാജയത്തെ വിമർശിക്കുമ്പോൾ അത് രാഷ്ട്രീയ വിമർശനമായിട്ട് വരും, വികസനത്തിനെതിരെയുള്ള വിമർശനങ്ങളായിട്ടും വരും. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ സാമുദായികപര നേതാക്കളുടെ പരാമർശങ്ങൾ, ഇതൊക്കെ എത്രത്തോളം കേരളത്തെ ഏത് തരത്തിലേക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മുസ്ലിം ലീഗ് എന്നും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. ഫാസിസത്തിനെതിരെ, വർഗീയതക്കെതിരെ, വിഭാഗീയതക്കും മത ധ്രുവീകരണത്തിനുമൊക്കെ എതിരെയാണ് മുസ്ലിം ലീഗ് എന്നും നിലകൊണ്ടിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം, മുസ്ലിം ലീഗിൻ്റെ ആശയാദർശങ്ങൾ ഒരിക്കലും അതിൽ വെള്ളം ചേർത്ത് മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. 4 വോട്ടുകൾക്ക് വേണ്ടി ഞങ്ങളുടെ ആദർശത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോവുകയുമില്ല. ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ ഇതിന് അവരുടെ വാദങ്ങൾക്ക് കൂടുതൽ മുസ്ലിമിനെ കടന്നാക്രമിക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. UDF-നേക്കാൾ ഉപരി മുസ്ലിമിനെ കടന്നാക്രമിക്കാനാണ് അവരിതൊക്കെ ഉപയോഗിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നയങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഏതറ്റം പോകാൻ അവരൊക്കെ തയ്യാറാണ്. പക്ഷെ അതൊന്നും ഇവിടെ വില പോകാറില്ല എന്നുള്ളത് മാത്രമാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായിട്ട് സത്യസന്ധത,
ആദർശപരമായ ലീഗിൻ്റെ സത്യസന്ധത എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒന്നാണ്. അപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. യുവാക്കൾക്കും വനിതകൾക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ഇത്തവണ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. ഇതൊരു തലമുറ മാറ്റത്തിനുള്ള ഒരു ഒരുക്കത്തിലാണോ ലീഗ് എന്ന സൂചനയാണോ നൽകുന്നത്? എന്നും ഒരേ തലമുറയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടി പരിശോധിച്ചാലും അവർ പ്രത്യേകിച്ച് ഇലക്ഷനിലാണ് പ്രകടമാകാറുള്ളത് മാത്രം. സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെയാണ് തലമുറ മാറ്റം പ്രകടമാകാറുള്ളത്. ഈ അവസരത്തിൽ പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കപ്പെടുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ പ്രവർത്തനത്തിന് അർഹമായ അംഗീകാരം ആ സഭയിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പോലുള്ള ആവശ്യങ്ങൾ മുസ്ലിം ലീഗ് ഉന്നയിക്കുമോ? മുസ്ലിം ലീഗ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഐക്യജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട്, അധികാരത്തിന് പുറത്ത് നിന്നിട്ടുണ്ട്. അധികാരത്തിലിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ അതായത് UDF അതിൻ്റെ രാഷ്ട്രീയ മര്യാദക്കനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. മുസ്ലിം ലീഗ് ഒരിക്കലും ഇന്ന സ്ഥാനം വേണം ഇന്ന സ്ഥാനം വേണ്ട എന്നൊന്നും പറയാറില്ല. എന്തായാലും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന UDFന് ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പാണക്കാട് നിന്നും ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം PK അരവിന്ദൻ, അമൃത ന്യൂസ്. ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തതുകൊണ്ടാണ് MK മുനീറിന് സീറ്റ് നൽകാതിരുന്നതെന്ന് എളമരം കരീം. ലീഗ് നേതൃത്വം തന്നെയാണ് മുനീറിനെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചത്. മുനീറിന്റെ ഇന്ത്യ വിഷൻ ചാനലിനെതിരെയും ലീഗ് നിലപാട് സ്വീകരിച്ചിരുന്നുവെന്നും എളമരം കരീം കോഴിക്കോട് പറഞ്ഞു. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയമാണ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്തത്. അവർ UDFുമായി മുസ്ലിം ലീഗുമായും UDFുമായും വളരെ യോജിപ്പോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി UDFനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ആദർശപരമായി ഐഡിയോളജിക്കലി കടുത്ത എതിർപ്പ് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് ഇപ്പോൾ മാത്രം പ്രകടിപ്പിച്ചതല്ല, നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി വരാൻ പാടില്ലെന്ന് ആരാണ് വിലക്കിയത് എന്ന് നിങ്ങളും അന്വേഷിക്കണം. MK മുനീറിന് സീറ്റ് നിഷേധിച്ചത് ജമാഅത്തെ ഇസ്ലാമി നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണെന്ന എളമരം കരീമിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി MK മുനീർ. ആരുടെയെങ്കിലും താൽപര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പാർട്ടിയല്ല ലീഗ്. ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ തന്നെ മാറ്റി നിർത്താൻ കഴിയില്ലെന്നും മുനീർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ എന്നെപ്പോലെയുള്ള ഒരു എത്രയോ കാലമായി പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ അവർ വിചാരിച്ചിട്ടാണ് മാറ്റിയത് എന്ന് പറയുന്നത് അത് എനിക്ക് ക്ഷീണമല്ലേ, പാർട്ടിക്കും ക്ഷീണമല്ലേ. അതൊരിക്കലും പാർട്ടി അങ്ങനെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ലീഗ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറുമെന്ന EMSന്റെ നയമാണ് പിണറായി വിജയനെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. BJPക്ക് പാർലമെന്റ് അംഗത്തെ നൽകിയത് CPM ആണ്. വേങ്ങര, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ CPM SDP സഹകരണമുണ്ട്. പ്രതിഭയ്ക്കെതിരെയുള്ള പരാമർശം തെറ്റായി പോയെന്ന് ആദ്യം പറഞ്ഞത് ലീഗാണ്. മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്നും PMA സലാം തൊടുപുഴയിൽ പ്രതികരിച്ചു. പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തുക, ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടാക്കി കൊടുത്തു. BJPക്കെതിരെയുള്ള സകലമാന കേസുകളും ഇല്ലാതാക്കി. സഖാവ് പിണറായി വിജയൻ ആദ്യം നിയമസഭയിലെത്തിയത് ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. എല്ലാവർക്കും അറിയുന്ന ചരിത്രം. അവിടെ മുതൽ ഇങ്ങോട്ട് ദീർഘകാലം അവസരത്തിനനുസരിച്ച് സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ SDPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയാണ് ഇത്തവണ LDFിന്റെ സ്ഥാനാർത്ഥി വേങ്ങര മണ്ഡലത്തിൽ. സോപാന സംഗീത കലാകാരൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നു. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഹരിഗോവിന്ദൻ അംഗത്വം സ്വീകരിച്ചു. ലീഗിൽ ചേരാനുള്ള തീരുമാനം സ്വയം എടുത്തതാണെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പ് അംഗത്വം എടുത്താൽ അത് സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് വൈകിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയോ അല്ലെങ്കിൽ സ്യുഡോ അല്ലാത്ത മതേതരത്വമോ പ്രവൃത്തിയിൽ കാണിക്കാൻ കേരളത്തിലെ മറ്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിയുന്നില്ല. അത് കഴിയാത്തത് അവർക്ക് വെറും അധികാരക്കൊതിയും അല്ലെങ്കിൽ പണം, പ്രസിദ്ധി, അധികാരം തുടങ്ങിയിട്ടുള്ള വളരെ ചെറിയ ഒരു വട്ടത്തിൽ നിന്നിട്ടുള്ള ആഗ്രഹങ്ങളെ അവർക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഒരു സമൂഹത്തെ എന്താ പറയുക രൂപീകരിക്കണമെന്ന ആഗ്രഹം അവർക്കില്ല. പ്രത്യേകിച്ച്
സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ 700 കോടിയുടെ അഴിമതിക്ക് നീക്കം നടക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സഹകരണ സംഘങ്ങൾക്കായി പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്ന പദ്ധതിയിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള പദ്ധതി അതിന്റെ 4 ഇരട്ടിക്കുമേൽ തുകയ്ക്ക് ദിനേശ് ബി.ഡി കമ്പനിക്ക് കൈമാറുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ടാറ്റ കൺസൾട്ടൻസിക്ക് ആദ്യം നൽകിയ കരാർ സർക്കാർ റദ്ദാക്കിയെന്നും പുതുക്കിയ നിബന്ധനകൾ ഉൾപ്പെടുത്തി വീണ്ടും ടെൻഡർ വിളിച്ച് ദിനേശ് ബി.ഡി കമ്പനിക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. ഇതുവഴി ഏകദേശം 700 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ദിനേശ് ബി.ഡി സഹകരണ സംഘം നൽകിയ 280 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ നൽകാനുള്ള 58 കോടി രൂപയുടെ ബിഡാണ് ഇപ്പോൾ സർക്കാർ അവാർഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇതനുസരിച്ച് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുമ്പോൾ 914 കോടി രൂപയോളം ചെലവ് വരും. 206 കോടി രൂപയ്ക്ക് സോഫ്റ്റ്വെയർ ഭീമനായ TCS 4415 സഹകരണ സംഘങ്ങൾ സ്ഥാപിക്കാമേറ്റ പദ്ധതിയാണ്. അതിൻ്റെ 4 ഇരട്ടി തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് ബി.ഡി സഹകരണ സംഘത്തിന് കൈമാറുന്നത്. അതായത് ഈ പദ്ധതി നടപ്പാക്കി കഴിയുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് 700 കോടിയിൽ പരം നഷ്ടം ഉണ്ടാകാൻ പോകുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടുകൂടിയാണ് സർക്കാരിന് ദിനേശ് ബി.ഡി കമ്പനിക്ക് അനുമതി നൽകാൻ സാധിക്കാത്തത്. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങി പദ്ധതി നടപ്പിലാക്കാനാണ് ശ്രമമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ടെൻഡർ റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യൻ സംഘർഷമുയർത്തുന്ന വെല്ലുവിളികൾ ടീം ഇന്ത്യയായി പ്രതിരോധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 60 ദിവസത്തെ എണ്ണ സ്റ്റോക്ക് രാജ്യത്തുണ്ടെന്നും മുഖ്യമന്ത്രിമാരുമായുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. LPG വിതരണത്തിൽ സംസ്ഥാനങ്ങൾ പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച നിലപാടുകളും മറ്റ് നടപടികളും പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. യുദ്ധം നീണ്ടുപോയാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യുദ്ധമുയർത്തുന്ന വെല്ലുവിളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി നേരിടണം. കോവിഡ് കാലത്തിന് സമാനമായി ടീം ഇന്ത്യയായി പ്രതിസന്ധികളെ പ്രതിരോധിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 60 ദിവസത്തെ എണ്ണ സ്റ്റോക്ക് രാജ്യത്തുണ്ടെന്നും LPG ഉൽപാദനം 40% വർദ്ധിപ്പിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. നിലവിൽ 50 ലക്ഷത്തിലധികം സിലിണ്ടറുകൾ ദിവസേന വിതരണം ചെയ്യുന്നുണ്ട്. കൂടുതൽ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യൻ തീരത്തെത്തും. ഇന്ധന വിതരണം തടസ്സമില്ലാതെ നിലനിർത്താനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. LPG വിതരണം ഉറപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. ഓൺലൈൻ വഴി ചേർന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒഴികെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്ത് ഇന്ധന വില വർധനവ് നേരിടാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചു. പെട്രോളിന്റെ എക്സൈസ് തീരുവ 10 രൂപ കുറച്ചു. ഇതിലൂടെ വിപണിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില പിടിച്ചു നിർത്താനാകുമെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചത് ഇന്ധന കമ്പനികൾക്ക് ആശ്വാസമാകും. പെട്രോളിന് ലിറ്ററിന് 13 നിന്ന് 3 രൂപയായി കുറച്ചു. ഡീസലിന്റെ എക്സൈസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കി. കേന്ദ്ര സർക്കാർ നടപടിയിലൂടെ രാജ്യത്ത് ഇന്ധനവില പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സിൽ കുറിച്ചു. ഒരു മാസത്തിനിടെ ക്രൂഡ് ഓയിൽ വില $70 നിന്ന് $122 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ധന വില വർധനവുണ്ടാകരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. जनता के ऊपर ये कष्ट भी ना हो, किल्लत ना हो पेट्रोल और डीजल का और LPG का भी. माननीय प्रधानमंत्री जी ने ये चाहा कि कंज्यूमर का प्राइस बढ़ना नहीं है. കൂടുതൽ സ്വകാര്യ എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടി. ഇന്നലെ നയാര കമ്പനി പെട്രോൾ, ഡീസൽ വില കൂട്ടിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ LPGയുമായി ജഗ്വസന്ത് ടാങ്കർ ഇന്ത്യയിലെത്തി. ഗുജറാത്ത് തീരത്താണ് ടാങ്കർ എത്തിയത്. കപ്പലിൽ
42,000 മെട്രിക് ടൺ LPG ആണുള്ളത്. യുദ്ധം മൂലം ആഴ്ചകളോളം ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന കപ്പൽ പ്രത്യേക നയതന്ത്ര നീക്കങ്ങളിലൂടെയും ഇന്ത്യൻ നാവികസേനയുടെ സഹായത്തോടെയുമാണ് തീരമണഞ്ഞത്. കപ്പലിൽ നിന്ന് LPG മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുന്ന മിഡ് സീ ട്രാൻസ്ഫർ നടപടികൾ ഉടൻ ആരംഭിക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ചാർട്ടർ ചെയ്ത ഈ കപ്പൽ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് കുവൈറ്റിൽ നിന്ന് ചരക്ക് കയറ്റിയത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കെതിരായ ആക്രമണം 10 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാൻ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലിയ ആശ്വാസം പകരുന്ന ഈ നീക്കം സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന സൂചന നൽകുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജ വാർത്താമാധ്യമങ്ങളും മറ്റുള്ളവരും തെറ്റായ പ്രസ്താവനകൾ നടത്തിയിട്ടും അവ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും വിശദീകരിക്കുന്നു. ഇറാന്റെ പ്രധാന എണ്ണ കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ US സൈന്യത്തെ അയക്കുമെന്നും ഹോർമൂസ് പിടിച്ചെടുക്കുന്നതിനായി US മറീനുകളെ ഇറക്കുന്നതായും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കടലിൽ യുദ്ധം ചെയ്യാൻ പ്രത്യേക വൈദഗ്ധ്യം നേടിയ സംഘമാണിത്. ഹോർമൂസ് തുറക്കാൻ 48 മണിക്കൂർ സമയമെന്ന അന്ത്യശാസനം ഇറാന് നൽകിയതിന് പിന്നാലെയാണ് ട്രംപ് അപ്രതീക്ഷിതമായി ആക്രമണത്തിന് ഇടവേള പ്രഖ്യാപിച്ചത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഏപ്രിൽ 6 വരെ ആക്രമണം നടത്തില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നേരത്തെ 5 ദിവസമായിരുന്നു ആക്രമണത്തിന് ഇടവേള നൽകിയിരുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷമുറുകുന്നതിനിടെ റഷ്യ ഇറാനിലേക്ക് ഡ്രോണുകൾ അയക്കുന്നതായി മാധ്യമവാർത്തകൾ പുറത്തുവന്നു. ഇതിനു പുറമെ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ഇന്റലിജൻസ് വിവരങ്ങളും റഷ്യ ഇറാന് കൈമാറുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് നിഷേധിച്ചു. ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും പുറത്തുവരുന്നത് വ്യാജ വാർത്തകളാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും 10 ദിവസത്തെ ഇടവേള മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കരുത്തു പകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിനിടെ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. ചർച്ചയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഏകപക്ഷീയ പ്രസ്താവന മാത്രമാണ് പുറത്തുവരുന്നത്. അമേരിക്ക സമർപ്പിച്ച 15 വെടിനിർത്തൽ നിർദ്ദേശം ഏകപക്ഷീയമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ തള്ളിയതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രതിരോധ സേനകൾക്കായി വമ്പൻ കരാറുമായി കേന്ദ്ര സർക്കാർ. റഷ്യയിൽ നിന്ന് കൂടുതൽ S-400 മിസൈൽ സംവിധാനം ഉൾപ്പെടെ വാങ്ങാൻ കരാർ. 2.38 ലക്ഷം കോടി രൂപയുടെ കരാറിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി. രാജ്യത്തിന്റെ സൈനിക ശേഷിയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള വലിയ നീക്കത്തിന്റെ ഭാഗമായാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 2.38 ലക്ഷം കോടി രൂപയുടെ കരാറിന് അംഗീകാരം നൽകിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കരസേന, വ്യോമസേന, കോസ്റ്റ് ഗാർഡ് എന്നിവയ്ക്കായി അത്യാധുനിക ആയുധങ്ങളും സംവിധാനങ്ങളും വാങ്ങാൻ അംഗീകാരം നൽകിയത്. ഒരു ആയുധം വാങ്ങുന്നതിനോ വികസിപ്പിക്കുന്നതിനോ ഉള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കടമ്പയാണിത്. പുതിയ തീരുമാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ സന്നദ്ധത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഇതിൽ S-400 മിസൈൽ സംവിധാനങ്ങൾ, ഇടത്തരം ഗതാഗത വിമാനങ്ങൾ, ആക്രമണ ഡ്രോണുകൾ, ആധുനിക പീരങ്കികൾ എന്നിവ ഉൾപ്പെടുന്നു. നേരത്തെ പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷം പ്രതിരോധ കരാറുകളിൽ രാജ്യം റെക്കോർഡ് നേട്ടം കൈവരിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടുന്നതിനും സൈന്യത്തെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കുന്നതിനും ഈ നടപടി നിർണായകമാകും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാജ്യത്തെ വാണിജ്യ വിമാനങ്ങളിൽ പാർലമെന്ററി സമിതി നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. പകുതിയോളം വിമാനങ്ങളിലും ഗുരുതര സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി. പരിശോധിച്ച 754 വിമാനങ്ങളിൽ 377 എണ്ണത്തിലും തുടർച്ചയായ സാങ്കേതിക പ്രശ്നങ്ങൾ രേഖപ്പെടുത്തി. ഇൻഡിഗോ വിമാനങ്ങളിലാണ് കൂടുതൽ തകരാറുകൾ കണ്ടെത്തിയത്. രാജ്യത്തെ വാണിജ്യ വിമാനങ്ങളിൽ പകുതിയോളം വിമാനങ്ങളിലും സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയെന്നാണ് പാർലമെന്ററി സമിതി റിപ്പോർട്ട് നൽകിയത്. പരിശോധിച്ച 754 വിമാനങ്ങളിൽ 377 എണ്ണത്തിലും തുടർച്ചയായ സാങ്കേതിക പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ പരിശോധിച്ചതും തകരാറുകൾ കണ്ടെത്തിയതും ഇൻഡിഗോ എയർലൈൻസിന്റെ വിമാനങ്ങളിലാണ്. ഇൻഡിഗോയുടെ 405 വിമാനങ്ങൾ പരിശോധിച്ചതിൽ 148 എണ്ണത്തിലും തകരാറുകൾ കണ്ടെത്തി. എയർ ഇന്ത്യയുടെ 166 വിമാനങ്ങളിൽ 137 എണ്ണത്തിലും സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 54 വിമാനങ്ങളിലും തകരാറുകൾ രേഖപ്പെടുത്തി. പൈലറ്റുമാരുടെ പരിശീലനത്തിലെ അപര്യാപ്തതയും ജീവനക്കാരുടെ ഡ്യൂട്ടി സമയപരിധി ലംഘനവും ഗുരുതര പ്രശ്നങ്ങളായി സമിതി ചൂണ്ടിക്കാട്ടി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും പാർലമെന്ററി സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.